ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രെഡ് മസാലയാണ് കേട്ടോ. അതിനായി ഒരു 5-6 പീസ് ബ്രെഡ് ഇതേപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോളയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, പിന്നെ ഒരു സ്പെഷ്യൽ മസാലയാണ് മാഗി ക്യൂബ് മാജിക് മസാല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബ്രെഡ് പീസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് ഇപ്പോൾ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ബട്ടറിൻ്റെ സ്മെല്ലായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി നമുക്ക് മറ്റേ വെജിറ്റബിൾസ് ഒന്ന് വഴച്ചിടും. കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ശകലം ഉപ്പും കൂടെ വിതറാം. ഇതിപ്പോൾ ഹാഫ് കുക്കായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മാഗി ക്യൂബ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പാക്കറ്റ്, ഒരു ചെറിയൊരു ക്യൂബ് അല്ലെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ്, ഇത് പൗഡറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആവാനായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ചീസിൻ്റെ സ്ലൈസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ പീസുകളായിട്ട് ചീസിൻ്റെ സ്ലൈസാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല സ്മെല്ലും. കുട്ടികൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ തന്നെ, ഇതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ കഴിക്കാനൊക്കെ തോന്നിട്ടോ. നമ്മളെല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കണം. സൂപ്പറാണ്. അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഇത്.